നോക്കാം. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കൂ. 4t² മൈനസ് 16t പ്ലസ് 15 സമം 0 ആകണമെങ്കിൽ t എന്തായിരിക്കണം എന്നാണ്. ഇതൊരു രണ്ടാകൃതി സമവാക്യമാണ്. ഈ രണ്ടാകൃതി സമവാക്യത്തിൽ ടിയുടെ വില എന്ത് അറിയിക്കുമ്പോൾ ഇതിനെ പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്. സമവാക്യം നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ടിക്ക് ഏത് വില കൊടുക്കുമ്പോഴാണ് 0 ആവുക എന്നർത്ഥം ടിയുടെ വില കാണുക എന്നാണ്. ഇത് നമ്മള് നേരത്തെ പഠിച്ച രീതി, ഇപ്പൊ നേരത്തെ പറഞ്ഞ സൂത്രവാക്യ രീതി ഉപയോഗിച്ച് ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. എന്തായിരുന്നു സൂത്രവാക്യ രീതി? സൂത്രവാക്യം എന്തായിരുന്നു? പറഞ്ഞു എല്ലാരും. എക്സ് സമം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a അല്ലെ. ഇവിടെ എക്സിന് പകരം ടി ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സമം, എക്സ് ശരിക്കും ടി എന്ന് എഴുതിയാലും മതി, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഇവിടെ എ ബി സി എന്നാണ് നമുക്ക് അറിയണം. ഈ എ എന്ന് പറയുന്നത് x² അല്ലെങ്കിൽ t² ഗുണകമാണ്. ഇവിടെ എത്രയാ? 4 ആണ്. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഗുണകം അല്ലെങ്കിൽ ടിയുടെ ഗുണകം -16. സി എന്ന് പറയുന്നത് സ്ഥിരസംഖ്യാപദം. നമ്മളിത് ആദ്യത്തെ ആ സമവാക്യത്തിന്റെ പൊതുരൂപമായി താരതമ്യം ചെയ്യുന്നതാണ്. ax² പ്ലസ് bx പ്ലസ് c സമം 0 എന്ന സമവാക്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ആദ്യം നമുക്ക് ഈ സൈഡിലിട്ട് എഴുതി വെക്കാം. എ ബി സി എന്താ എഴുതി വെക്കാം? എ സമം 4, ബി സമം -16, സി സമം 15. അത് ഈ സമവാക്യം നോക്കി എഴുതുന്നതാണെന്ന് മനസ്സിലാക്കണം. ഈ സമവാക്യം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുക? എയും ബിയും സിയും എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും വില എന്തിൽ നൽകുക? ഈ സമവാക്യത്തിലേക്ക് നൽകുക. അപ്പൊ എന്തായി മാറി നോക്കാം. ബി എന്ന് പറയുന്നത് -16 ആണ്. അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നേരിട്ട് 16 എന്ന് എഴുതാം. മൈനസ് ബി ആണ് ഇവിടെ വേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ -16 ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 16 എഴുതാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് -16 എഴുതാം. ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം, നേരിട്ട് എഴുതാം. പ്ലസ് ഓർ മൈനസ് ഇവിടെ ഉണ്ട്, റൂട്ട് ഓഫ് എന്ന് വരക്കാം. b², ബി എന്താ? -16. അപ്പൊ -16² മൈനസ് നില ചിഹ്നം. 4ac പറഞ്ഞാൽ 4 ഗുണിക്കണം a ഗുണിക്കണം c എന്നാണ് വരേണ്ടത്. 4 ഗുണിക്കണം a ഗുണിക്കണം c. 4 ഗുണിക്കണം എത്ര? 4 തന്നെയാണ്. c 15. ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇപ്പൊ 2 ഇൻറ്റു a, 2 ഇൻറ്റു 4. ഇതാണ് നമ്മൾ ഈ എ ബി സിയുടെ വിലക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റെപ്പ് ക്രിയ ചെയ്യുക എന്നാണ്. ഇത് 16 എന്നായി മാറി. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇതിനകത്തുള്ള സ്ക്വയർ, -16ന്റെ സ്ക്വയർ എത്ര? 256 ആണ്. 256 മൈനസ് രണ്ട് ഗുണിക്കാം. 4 ഇൻറ്റു 4 എത്ര? 16. 16നെ 15 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എന്തായി മാറി? 240 മാറി. അപ്പൊ 256 മൈനസ് 240 ബൈ 8 എന്ന് കിട്ടും. 2 ഇൻറ്റു 4 8. ഇനി വീണ്ടും ക്രിയ ചെയ്യാം. 16 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 256 240 കുറച്ചാൽ 16 എന്ന് കിട്ടും, ബൈ 8 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പിൽ ടി സമം 16 പ്ലസ് ഓർ മൈനസ് 4. 4 എങ്ങനെ കിട്ടി? റൂട്ട് 16 ബൈ 8. ഇനി ഈ ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇതിനെ രണ്ടായി പിരിച്ചെഴുതും. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. നമ്മൾ നേരത്തെയും പഠിച്ച ഓർമ്മയുണ്ടല്ലോ. പ്ലസ് ഓർ മൈനസ് വന്ന രണ്ടായി പിരിച്ചെഴുതിയത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇവിടെ രണ്ടായി പിരിച്ചെഴുതുക. അപ്പോ 16 പ്ലസ് ഓർ മൈനസ് 4 ബൈ 8 വരുമ്പോൾ 16 പ്ലസ് 4 ബൈ 8, 16 മൈനസ് 4 ബൈ 8 എന്നാണ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതാം? ടി സമം 16 പ്ലസ് 4 ബൈ 8 അല്ലെങ്കിൽ 16 മൈനസ് 4 ബൈ 8. മനസ്സിലായല്ലോ? 16 പ്ലസ് 4 ബൈ 8, 16 മൈനസ് 4 ബൈ 8. 16 4 കൂട്ടി എത്ര? 20. 20 ബൈ 8. 20 ബൈ 8ഉം 16 4 കുറച്ചാൽ 12. 12 ബൈ 8. അപ്പൊ 20 ബൈ 8 12 ബൈ 8. അപ്പൊ 20നെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പൊ ലഘൂകരിക്കാം. 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4 20 5 പ്രാവശ്യം, 8ല് 2 പ്രാവശ്യം. അപ്പൊ 5 ബൈ 2 ഇവിടെ 4, 12ല് 3 പ്രാവശ്യം, 8ല് 2 പ്രാവശ്യം. അപ്പൊ 5 ബൈ 2 3 ബൈ 2. അതിന് അർത്ഥം എന്താ? ടിക്ക് 5 ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ ഈ സമവാക്യം എന്തായി മാറും? 0 മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ടിക്ക് 3 ബൈ 2 കൊടുക്കുമ്പോഴും സമവാക്യം 0 മാറും. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ മാത്രമേ ഉണ്ടാവൂ നമുക്കറിയാം. കാരണം ഇത് രണ്ടാകൃതി സമവാക്യമാണ്. രണ്ടാകൃതി സമവാക്യത്തിന് ഏറ്റവും കൂടിയത് 2 പരിഹാരങ്ങളെ ഉണ്ടാവൂ. 2ൽ കൂടുതൽ പരിഹാരങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ രണ്ടാകൃതി സമവാക്യത്തിന് എപ്പോഴും 2 പരിഹാരങ്ങളാണ് ഉണ്ടാവുന്നത്. ചിലപ്പോ ഒരു പരിഹാരം മാത്രമേ ഉണ്ടാവൂ, ചിലപ്പോൾ പരിഹാരം ഉണ്ടാവൂല. അങ്ങനെയും സാധ്യതകളുണ്ട്. നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും.
അപ്പൊ രണ്ടാംകൃതി സമവാക്യത്തിന് 2 പരിഹാരങ്ങളുണ്ട്, ചിലപ്പോൾ ഒരു പരിഹാരമാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് ഒന്ന് എഴുതി വെക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ സമവാക്യ രീതിയാണ് ചർച്ച ചെയ്തത്. ഈ സമവാക്യം ഉപയോഗിച്ച് സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ നമ്മള് പരിഹാരം കണ്ടതെന്ന് ശരിക്കും പഠിക്കണം.